പരവൂരിൽ മകനെ മദ്യലഹരിയിൽ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു. ഇന്ന് വെളുപ്പിന് 2 മണിയോടെയാണ് സംഭവം. സുനി എന്ന വിളിപ്പേരുള്ള 49കാരനായ രാജേഷാണ് 18 വയസ്സുള്ള ഉറങ്ങിക്കിടക്കുകയായിരുന്ന അഭിലാഷിനെ കത്താൾ ഉപയോഗിച്ച് മുഖത്തും കഴുത്തിനും കൈക്കും വെട്ടിയത്. ഗുരുതരമായി പരിക്കേറ്റ അഭിലാഷിനെ നാട്ടുകാരാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. പരിക്ക് ഗുരുതരമായതിനാൽ അവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. രാജേഷും ഭാര്യയും മകനും മകളുമാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇന്നലെ വീടിൻ്റെ പണിക്കായി 35,000 രൂപ മുനിസിപ്പാലിറ്റിയിൽ നിന്നും കിട്ടിയിരുന്നു. പണം അമ്മയും മകനും കൂടി പോയി വാങ്ങി. തുടർന്ന് മകൻ്റെ കയ്യിൽ സൂക്ഷിക്കുകയായിരുന്നു. എന്നാൽ വൈകിട്ട് രാജേഷ് വന്ന് പണം ആവശ്യപ്പെട്ടു. കൊടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ഇവിടെ വഴക്ക് നടന്നിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. തുടർന്ന് മദ്യം കഴിച്ചിട്ട് 2 മണിയോടെ ഹാളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകനെ വെട്ടുകയായിരുന്നു. അമ്മ നിലവിളിച്ച് അടുത്തുള്ള വീടുകളിലേക്ക് ഓടുകയും മുനിസിപ്പൽ കൗൺസിലറും നാട്ടുകാരും എത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. തുടർന്ന് പോലീസ് എത്തി തെരച്ചിൽ നടത്തി. ആറ്റിൻകരയിൽ നിന്നും പ്രതിയെ പിടികൂടുകയായിരുന്നു. ഇയാൾ സ്ഥിരമായി അക്രമകാരിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് കേരളം 24.